ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ 13ാമത്തെ ദിവസമാണ് കൃഷിക്കാരനാവാൻ ശ്രമിക്കുന്നതിൻ്റെ. അതിൻ്റെ നമ്മൾ നട്ട പച്ചച്ചീരയുടെ വിത്ത് മുളച്ചു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മിസ്റ്റേക്ക് ആവർത്തിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് വിട്ടുവിട്ടാണ് ഇട്ടത്. പക്ഷേ വിട്ടുവിട്ടിട്ടത് കുറച്ച് മാറിപ്പോയി എന്ന് തോന്നുന്നു. പിന്നെ പകുതി മുക്കാൽ വിത്തുകളും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഉറുമ്പെടുത്തോണ്ട് പോയി ശല്യങ്ങൾ. ഇതിപ്പോൾ വളരെ കുറവ്, അതായത് ഒരു പിടി ചീര മാത്രമേ എൻ്റെ അറിവിലിപ്പോൾ ഇവിടെ കാണാനുള്ളൂ. ബാക്കി മുഴുവൻ എനിക്ക് തോന്നുന്നു വിത്ത് മുഴുവനും ഉറുമ്പെടുത്തോണ്ട് പോയി എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നട്ട തക്കാളി ഇതുവരെ മുളച്ചിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ പച്ചച്ചീര വിത്ത് നനച്ച് കഴിഞ്ഞു. ഇനി നമ്മളെ നോർമൽ വെണ്ടയ്ക്ക, പയർ ആൻഡ് നമ്മുടെ ചുമന്ന ചീരയിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ പച്ചച്ചീര മുളച്ചത്. അത് വളരെ കുറവേ ഉള്ളൂ. അവരും കഴിക്കട്ടെ, അവർക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മുടെ തക്കാളി അതുവരെ ഒന്നും ആയിട്ടില്ല. നമ്മുടെ പയർ വിത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം. കാരണം അതിൻ്റെ എന്തോ ഒരു 5-6 വിത്തിൻ്റെയൊക്കെ മറ്റേ നടു ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതെന്താണ് സംഗതി? ഇന്നലെ അമ്മയടുത്ത് അത് ഒരെണ്ണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതിലൊരു പകുതിയും മറ്റേ തണ്ടൊടിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഉണങ്ങി കിടപ്പുണ്ട്. അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം. ഭീകര സംഭവമൊന്നും അല്ലെങ്കിലും ഞാൻ ഈ മനസ്സുകൊണ്ട് എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു പരിപാടിയാണിത്. വേറൊരു പരിപാടി പിന്നെ ഞാൻ കഥ എഴുതുമ്പോഴാണ് എനിക്കൊരു മനസ്സുകൊണ്ടൊരു സന്തോഷം കിട്ടുന്നത്. പിന്നെ ഇത് ചെയ്തപ്പോഴാണ്. അത് സാരമില്ല, നമ്മൾ ആ സ്ഥലത്ത് വേറെ അവിടെ 2 പോയി, ഇവിടെ 2, ഒരെണ്ണം ഓൾമോസ്റ്റ് പോയി. പിന്നെ അത് അവിടെ ഒരെണ്ണം പോയി, പിന്നെ അത് ഇവിടെ ഒരെണ്ണം പോയി. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ കണക്കത് ഇല ചുരുട്ടിപ്പോഴും. ഇന്നലെ എനിക്ക് വളക്കടയിലേക്ക് പോകാൻ പറ്റിയില്ല. എന്തെങ്കിലും വല്ല മരുന്നോ അല്ലെങ്കിൽ വളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ ശരിയാവെന്ന് അറിയാൻ വേണ്ടി ഇന്നലെ പോകാൻ പറ്റില്ല. ഇന്നലെ കുറച്ച് തിരക്കായി പോയി. അപ്പോൾ എന്തായാലും നാളെ എന്തായാലും പോയി നോക്കണം. നമ്മുടെ ചീര എന്തായാലും നല്ല ഹാപ്പിയാണ്. ചീര അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നത് 1 മാസം കൊണ്ട് നമുക്കത് ഒന്ന് വെച്ച് തോരൻ വെക്കാനുള്ള ഒരു വൈബ് ഉണ്ടാവും. നമുക്ക് കണ്ടത് കൊണ്ട് ഒരു ചെറിയൊരു നമ്മളിങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി ചെയ്തൊരു പരിപാടി ആയതുകൊണ്ട് ഒരിത്. ബട്ടൊക്കെ നമ്മളിൽ വേറെ പയർ വിത്തുണ്ട്, നമ്മളത് നടും. എന്താ പറ്റിയതെന്നറിയില്ല. നോക്കാം. പോയതെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നമുക്കൊന്നോട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനവും സ്വസ്ഥവുമായിരിക്കും ഇന്നത്തേക്ക്. അപ്പോൾ ബൈ. അപ്പോൾ എന്തായാലും നാളെ ഞാൻ ആ പയർ നടും. പോയ സ്ഥലത്ത് ഞാൻ പയർ വിത്ത് ബാക്കി നടും.